ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന സാമ്പാർ സാദം. ഞാൻ ഇന്ന് തൈര് സാദവും സാമ്പാർ സാദവും റെഡിയാക്കുന്നുണ്ട്. തൈര് സാദം പക്ഷെ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അത് കാണിക്കുന്നില്ല. സാമ്പാർ സാദം എങ്ങനെയാണെന്ന് അരി വേവിക്കാൻ നമ്മൾ അടുപ്പേ വെച്ചു. ഇനി നമുക്ക് തൊമര വെക്കാം. തൊമര നല്ല കഴുകി വൃത്തിയാക്കിയ കുക്കറിലിട്ട് കുറച്ച് വെള്ളം മതി, ഒരുപാട് വേണ്ട. നമുക്ക് തൊമര വെന്ത് നല്ല കട്ടി കിട്ടണം. ഇനി ഇത് ഒരു 3 വിസിൽ കേൾക്കട്ടെ. നമുക്ക് സാമ്പാറിന്റെ കഷ്ണങ്ങൾ നുറുക്കാം. നമ്മൾ കൽച്ചട്ടി കുറച്ച് പുളിവെള്ളം വെച്ചു. ഇനി നമുക്ക് കഷ്ണമിട്ട് വേവിക്കാനാ. ഇനി ഇതിനകത്തേക്ക് കഷ്ണമിട്ട് ഇത് തിളയ്ക്കുമ്പോൾ ഇതിനകത്തേക്ക് കഷ്ണമിട്ട് നമുക്ക് വേവിക്കാം. ഉപ്പും മഞ്ഞപ്പൊടിയും പുളിയും എല്ലാം ഇട്ടേക്കുക. ഇനി ഇതിനകത്തേക്ക് കഷ്ണമിട്ട് അങ്ങ് വേവിച്ചാൽ മതി. ഇത് കഷ്ണം വെന്ത് തുടങ്ങിയപ്പോൾ നമുക്ക് സാമ്പാർ പൊടി ഇടാം. സാമ്പാർ പൗഡർ കഷ്ണം നന്നായിട്ട് വേവണം. അത് കഴിഞ്ഞ് നമുക്ക് തൊമര വേവിച്ചതുകൊണ്ട് ഇടണം. സാമ്പാർ പൗഡറിന്റെ കൂടെ കായപ്പൊടി ഉണ്ടേ വേണ്ട, ഇല്ല എങ്കിൽ കായപ്പൊടി ഇടണം. ഇനി തൊമര വേവിച്ച് വെച്ചല്ലോ, അതും അങ്ങ് ഒഴിക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് യോജിച്ച് വൃത്തിയാവട്ടെ. ഇനി ഇത് നമുക്ക് നല്ലോണം അടച്ച് ഒന്നും കൂടി വേവിക്കാം. ഇനി സാമ്പാർ നന്നായിട്ടായി. ഇനി ഇതിനകത്ത് നെയ്യ് ഒഴിച്ച് നമ്മൾ അരി വാർത്തതും ഇട്ട് അങ്ങ് അടച്ചു വെച്ചാല് എളുപ്പമാകും. ഇനി നമുക്ക് അരി വാർത്തു ആ ചോറും കൂടി ഇടാം. നമുക്ക് ഇതിട്ട് അങ്ങ് ഇളക്കി അടച്ചു വെച്ചാൽ മതി. നന്നായിട്ട് ഇളക്കിയിട്ട് ഇതങ്ങ് അടച്ചു വെക്കുക. നമുക്ക് 1/2 മണിക്കൂർ കഴിഞ്ഞ് എടുക്കാം. ഈ കടു വറുത്തതോടെ ഇട്ട് ഇളക്കിയാൽ മതി. ഇനി ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് എടുക്കാം. അപ്പം നല്ല സാമ്പാർ സാദമായി. നമ്മളുടെ സാമ്പാർ സാദവും തൈര് സാദവും റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.